കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് എത്തുക. എന്നാൽ ലോകത്ത് ചിലയിടങ്ങളിൽ ആത്മീയതയുടെയും ആദരവിന്റെയും വാതിലുകൾ തുറക്കുന്നത് ആരിലും ഭയം ജനിപ്പിക്കുന്ന കാഴ്ചയിലേക്കാവാം. അത്തരത്തിൽ തെക്കു പടിഞ്ഞാറൻ പോളണ്ടിൽ ഒരു ക്രിസ്തീയ ദേവാലയമുണ്ട്. ഈ ദേവാലയത്തിലേക്ക് പ്രവേശിക്കാൻ ആരുമൊന്നു ഭയക്കും. പറഞ്ഞു വരുന്നത് സ്കൾ ചാപ്പൽ എന്ന വിചിത്രമായ പള്ളിയെക്കുറിച്ചാണ്. പേര് പോലെ തന്നെ ഇവിടെ മനുഷ്യന്റെ തലയോട്ടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സ്കൾ ചാപ്പലിന്റെ അൾത്താരയും ചുവരുകളുമെല്ലാം മനുഷ്യന്റെ അസ്ഥികൾ കൊണ്ട് കെട്ടിപ്പടുത്തതാണ്. കപ്ലിക്ക സസേക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന അസ്ഥികൂടങ്ങളുടെ ദേവാലയത്തിന് പറയുവാൻ കഥകൾ ഏറെയാണ്. ഖുഡോവ സ്ട്രോജിലെ സെർമ ജില്ലയിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ഈ ദേവാലയം ഒരു സാധാരണ മതസ്ഥാപനമല്ല, മറിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ അസ്ഥികൾ കൊണ്ട് നിർമ്മിച്ച ഒരു ചരിത്രമാണ്. 1776 പ്രാദേശിക മെഹീബിയൻ ഇടവക പുരോഹിതൻ വക്ലാവ് ടൊമോഷേക്കാണ് ഈ ദേവാലയം പണിയുന്നത്. ഭൂഗർഭ കല്ലറയ്ക്ക് പകരം ഒരു ദേവാലയത്തിന്റെ മാതൃകയിൽ തന്നെ നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഇതിനായി അസ്ഥികൾക്കായുള്ള തിരച്ചിലിലായി ഒരു പ്രാദേശിക പള്ളിയുടെ സമീപത്തായി കുഴിമാടം കണ്ടെത്തുകയുണ്ടായി. യുദ്ധങ്ങൾ, കോളറ, പകർച്ചവ്യാധികൾ, പട്ടിണി മരണങ്ങൾ എന്നിവ മൂലം മരിച്ചവരുടെ കുഴിമാടങ്ങളായിരുന്നു ഇത്. ഇതോടെ ആ കുഴിമാടങ്ങളിൽ നിന്ന് അസ്ഥികൾ പുറത്തെടുക്കാൻ തുടങ്ങി. 20 വർഷത്തോളം വേണ്ടി വന്നു ഇങ്ങനെ അസ്ഥികൾ പുറത്തെടുത്ത് ദേവാലയത്തിന്റെ നിർമ്മാണത്തിനായി. 1804 ദേവാലയത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നു. ബറോക്ക് ശൈലിയിലാണ് ദേവാലയം പണിതിരിക്കുന്നത്. ദേവാലയത്തിന്റെ ചുമരുകളിൽ മാത്രം 3000-ഓളം തലയോട്ടികൾ കാണുവാൻ സാധിക്കും. മനുഷ്യ ശരീരത്തിലെ നീളമുള്ള അസ്ഥികൾ കൊണ്ടാണ് പല അലങ്കാര പണികളും നടത്തിയിരിക്കുന്നത്. ദേവാലയത്തിന്റെ ഉൾഭാഗം ആരെയും ഭയപ്പെടുത്തുന്നതാണ്. വിശുദ്ധ അൾത്താരയും തലയോട്ടികൾ കൊണ്ടാണ് പണിതിരിക്കുന്നത്. എന്നാൽ ഇതോടെ കഥ അവസാനിക്കുന്നില്ല. അസ്ഥികൾ കൊണ്ട് പണിത വെറുമൊരു ദേവാലയമല്ല ഇത്, മറിച്ച് മരണത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ഒരിടം കൂടിയാണ്. മരണം ഒരു യാഥാർത്ഥ്യമാണ്, ജീവിതം ക്ഷണിക്കുമെന്നും ഓർമ്മിപ്പിക്കുന്ന ഒരു മൊമന്റോ മെമ്മോറി എന്ന സന്ദേശം ഈ ദേവാലയം സന്ദർശിക്കുന്ന ഓരോ വ്യക്തിയുടെ മനസ്സിലും ഉണ്ടാകും. ഇത് ജീവനുള്ള മനുഷ്യർക്ക് നൽകുന്ന ഒരു വലിയ സന്ദേശമാണ്. യുദ്ധങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ ഓർമ്മയ്ക്കായി ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായി എന്ന് ദേവാലയത്തിന്റെ പുറത്ത് ഒരു ലിഖിതത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ വർഷവും ഓഗസ്റ്റ് 14-നും 15-നും ഇടയിലുള്ള അർദ്ധരാത്രിയിൽ ദേവാലയത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രത്യേകം കുർബാന അർപ്പിക്കാറുണ്ട്. ജീവിച്ചിരിക്കുന്നവർക്ക് ഒരു മുന്നറിയിപ്പായും പ്രാർത്ഥനകൾ അർപ്പിക്കപ്പെടുന്നു. സ്കൾ ചാപ്പൽ ഇന്ന് പോളണ്ടിലെ ഏറ്റവും വിചിത്രമായ ഭീതിജനകവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. എല്ലാ വർഷവും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുന്നു. മരണത്തെ ആദരവോടെ കാണുന്നതിന്റെ മനോഹരമായ ഉദാഹരണമായി ഇന്നും ഈ ദേവാലയം നിലകൊള്ളുന്നു. ഇവിടെ മരണമടഞ്ഞ മനുഷ്യരുടെ അസ്ഥികൾ ജീവനുള്ള മനുഷ്യർക്ക് നൽകുന്ന ഒരു സന്ദേശം. മനുഷ്യജീവിതം നശ്വരമാണ്, മരണമാണ് സത്യമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.